ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ അഭിയും അതുപോലെ ജലജയും കൂടി അവിടെ നിന്ന് വഴക്കുണ്ടാക്കിയിട്ട് അങ്ങ് പോയി. അഭിയെ കൊണ്ട് ഒന്നിനും കൊള്ളില്ലെന്നും പറഞ്ഞു. ഇത് കഴിഞ്ഞ് രാത്രിയായി കഴിഞ്ഞപ്പോൾ നമ്മുടെ ആദർശ് അവിടെ ഇരിക്കുന്നു. അപ്പോൾ കനക അങ്ങോട്ടേക്ക് കനകം ചെന്നു ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുക. അപ്പം അമ്മ എന്തിനിത് കൊണ്ടുവന്നത്? ഇത് നയനയുടെ കൊടുത്തു വിട്ടുകൂടായിരുന്നു എന്ന് ചോദിച്ചപ്പം കൊടുക്കാനായിട്ട് പോയതാ, അപ്പോഴാണ് മോനെ കണ്ടത്. പിന്നെ നിങ്ങളുടെ രണ്ടുപേരുടെയും കയ്യിൽ തരുന്നത് ഒരുപോലെയല്ലേ എന്നൊക്കെ ഇങ്ങനെ കനകം ചോദിച്ചപ്പോൾ അതേന്ന് പറഞ്ഞു. ഇത് മോൻ പിടിച്ചോളാൻ പറഞ്ഞ് കയ്യിലേക്ക് വെച്ച് കൊടുക്കുക. ഇതൊക്കെ ശരിക്കും ആദർശ മോൻ ഇടയ്ക്ക് പുറത്തുനിന്ന് വാങ്ങി നയനമോൾക്ക് കൊടുക്കേണ്ടതാണെന്നൊക്കെ പറഞ്ഞിങ്ങനെ പറഞ്ഞു കനകം. അതൊക്കെ പെണ്ണുങ്ങൾക്കൊരു സന്തോഷമല്ലേ എന്നൊക്കെ ചോദിച്ചേ. അപ്പോൾ ഞാൻ പുറത്ത് പോകുമ്പോൾ മുല്ലപ്പൊക്കെ വാങ്ങിച്ചു കൊടുക്കാറുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അതൊന്നും പോരാ മോനെ, ഇടയ്ക്ക് വീട്ടിലും വാങ്ങിച്ചു കൊടുക്കണം, അതൊക്കെയാണ് സന്തോഷം. നയനമോൾക്ക് അത് വലിയ സന്തോഷമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറയുന്നു. ഇത്രയ്ക്കൊക്കെ സന്തോഷം കൊടുത്താൽ പോരെ, ഇപ്പം തന്നെ കുറച്ച് കൂടുതലാ എന്ന് പറഞ്ഞുകൊണ്ട് പറയുമ്പം കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ലടാ എന്ന് മനസ്സിൽ നമ്മുടെ കനകം പറഞ്ഞപ്പം അല്ല അമ്മ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ എന്ന് ചോദിച്ചു ആദർശം. ഇല്ല, ഞാൻ ഒന്നും പറഞ്ഞില്ല കേട്ടോ. അതെ, മുറ്റം മുഴുവൻ മുല്ലപ്പൂക്കളുണ്ട്, അതുകൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ നല്ല സുഗന്ധമുണ്ട്. അത് മുറിക്കകത്ത് കൂടി കിട്ടട്ടെ എന്ന് കരുതിയാ ഇതിൻ്റെ കൂടെ ഞാൻ ഈ പൂവും കൂടെ കൊണ്ടുവന്നത് കേട്ടോ എന്നും പറഞ്ഞ് അങ്ങനെ അതേ കൊടുത്തു. അപ്പോൾ താങ്ക്സും പറഞ്ഞ് ആദർശം അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക നമ്മുടെ കനകം. രണ്ടുപേരെ ഒന്നിപ്പിക്കാൻ പാവം കനകത്തിൻ്റെ ഒരു പെടാപ്പാടെ. മുറിയിലേക്ക് നമ്മുടെ ആദർശ് ഈ പൂവും കൊണ്ട് ചെന്നു. എന്നിട്ട് ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുക. ഇതിപ്പോൾ ഞാൻ എവിടെ വെക്കും എന്നൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് അങ്ങനെ മേശപ്പുറത്ത് വെച്ചു. അപ്പോഴേക്കും നയന റൂമിലേക്ക് വരികയും ചെയ്തു. അല്ല, ഈ മുറിയിൽ മുല്ലപ്പൂവിൻ്റെ നല്ല മണമുണ്ടല്ലോ എന്ന് നയന പറഞ്ഞു വന്നിട്ട്. അത് മുല്ലപ്പൂവിൻ്റെ ആയിരിക്കില്ല, പാലപ്പൂവിൻ്റെ ആയിരിക്കുമെന്ന് ആദർശം. ഈ മുറിയിലെ യക്ഷി കയറിയെന്നാ തോന്നുന്നതെന്ന് പറഞ്ഞപ്പം അത് ശരി, ഞാനല്ലാതെ മറ്റു പെൺകുട്ടികളും നീ മുറിയിൽ കയറിയിട്ടുണ്ടല്ലേ എന്ന് നയന ചോദിച്ചു. എങ്കിലേ മറ്റൊരു പെൺകുട്ടി എന്ന് ഞാൻ പറഞ്ഞേനെ എന്ന് പറഞ്ഞു ആദർശം. ഫോറിൻ ഡിസൈനർ ഒരു ഡിസൈൻ ആവശ്യപ്പെട്ടപ്പോൾ അവിടെ രക്ഷകയാവാനേ ഈ യക്ഷി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് നയന അന്നേരം പറഞ്ഞു. ആദർശനിട്ട് ഇപ്പോൾ നല്ല തിരിച്ചടികളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നയന. റോഡ് സൈഡിൽ മൂർത്തീസ് ജ്വല്ലറിയുടെ വലിയ ഫ്ലെക്സ് ഒക്കെ വെച്ചിട്ടുണ്ടല്ലോ, അതിനുള്ള മോഡൽ ധരിച്ചിരിക്കുന്ന ഓർണമെന്റ്സേ ഞാൻ ഡിസൈൻ ചെയ്തതാണെന്ന് നമ്മുടെ നയന പറഞ്ഞു. എന്നാലേ പകരം ഒരു കാര്യം ചെയ്യാം, നിന്റെ ഫ്ലെക്സ് വെക്കാം, കുറച്ച് ആഭരണമൊക്കെ ഇട്ട് നിൽക്കുന്ന വലിയൊരു ഫ്ലെക്സ് എന്നും പറഞ്ഞ് കളിയാക്കുന്നു. തലക്കനം അംഗീകരിക്കാനുള്ള മടി എൻ്റെ ഭർത്താവിൻ്റെ കൂടപ്പറപ്പാ, അതുകൊണ്ട് ഇതിനപ്പുറം ഒരു പെരുമാറ്റം എന്തായാലും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല എന്ന് നയന പറഞ്ഞു. എങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ കുറച്ച് നന്ദി ഉണ്ടാവുന്നത് വളരെ നല്ലതാണെന്ന് പറഞ്ഞു നയന. നീ ആ ഫ്ലെക്സിൽ കണ്ടതിനേക്കാളും നല്ലൊരു നെക്ലേസാണ് ഞാൻ നിനക്ക് തന്നത്, പക്ഷേ നീ അത് ഒരു ദിവസം പോലും തികച്ചിട്ടില്ല. അതിൽ നിന്ന് മനസ്സിലാക്കാം ഞാൻ തരുന്ന സമ്മാനത്തിനോട് നിനക്കുള്ള പുച്ഛമെന്ന് പറയുമ്പം അത് ഏതെങ്കിലും ഫംഗ്ഷന് പോയെങ്കും വിട്ടാൽ മതി എന്ന് ആദർശേട്ടൻ തന്നെയല്ലേ എന്നോട് പറഞ്ഞതെന്ന് നയന ചോദിച്ചു. മുത്തശ്ശനും മുത്തശ്ശിയും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. പിന്നെന്താ, സ്വർണത്തോടെ എനിക്ക് അത്ര വലിയ ഇഷ്ടവും കാര്യങ്ങളൊന്നും ഇല്ല, അത് ആദർശേട്ടൻ നന്നായിട്ട് അറിയാവുന്നതല്ലേ, അതുകൊണ്ടാണ് ഞാൻ ആ നെക്ലേസ് ഊരി വെച്ചതെന്ന് പറയുമ്പം അല്ല നന്ദിയുടെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ എന്ന് ആദർശ് നയനയോട് പറയാം. കാണിക്കേണ്ട നന്ദിയൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട് എന്ന് ആദർശ് പറഞ്ഞപ്പം തരേണ്ട സ്നേഹമോ എന്ന് നയന ചോദിച്ചു. അത് കൃത്യമായിട്ട് തരുന്നുണ്ടോ എന്ന് ചോദിച്ചു. കാര്യം കാണാനുള്ള ഒരു തല്ലേ ഉള്ളൂ എന്ന് പറയുമ്പോൾ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ചിലരൊക്കെ യോഗ്യരാ, അതെല്ലാവരും ഇല്ല. സ്നേഹിക്കപ്പെടാൻ ഒരു പെൺകുട്ടിക്ക് വേണ്ട യോഗ്യത എന്തൊക്കെയാണെന്ന് നയന അന്നേരം ആദർശിനോട് ചോദിക്കാം. അവൾക്ക് അഹങ്കാരം പാടില്ല, പിന്നെ പ്രശംസയും നടത്താൻ പാടില്ല എന്നൊക്കെ പറഞ്ഞപ്പം അപ്പം ഇതൊക്കെ എനിക്കുണ്ടല്ലേ, ഞാൻ പൊങ്ങച്ചടിച്ച് നടക്കുന്നവളാ, പിന്നെ കൊള്ളില്ലാത്തവളാ അല്ലേ എന്ന് ചോദിച്ചപ്പം അതെ, നിനക്ക് ഞാനെന്നൊരു ഭാവം ഉണ്ടെന്ന് ആദർശ്. അതെ, ഏറ്റവും കൂടുതലുള്ള ആളാ ആദർശേട്ടൻ. അതെ, അതുകൊണ്ട് തന്നെയാണ് നമ്മൾ തമ്മിൽ പൊരുത്തപ്പെട്ടു പോവാത്തതെന്ന് ആദർശ് പറയുമ്പോൾ സത്യം പറഞ്ഞ ആദർശേട്ടൻ്റെ കയ്യിൽ നിന്ന് നല്ലൊരു തുക ഞാൻ സാലറി വാങ്ങിക്കേണ്ടതാണെന്ന് നയന പറഞ്ഞു. നീ ഡിസൈൻ ചെയ്ത് തരുന്നതിനാണോ എന്ന് ചോദിച്ചപ്പം ഒരിക്കലുമല്ല, മുത്തശ്ശൻ്റെ അസുഖം മാറാൻ വേണ്ടി അഭിനയിക്കുന്ന നല്ലൊരു നടിയാണ് ഞാനിപ്പോൾ, അതിനുള്ള സാലറിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. നീ ചോദിച്ചോ, എത്ര വേണമെങ്കിലും ഞാൻ തരാമെന്ന് ആദർശ് നയനയോട് പറയുമ്പം അത്രത്തോളം സംസ്കാരം ഇല്ലാത്തവളൊന്നും അല്ല ഞാൻ, അതുകൊണ്ട് ഈ അഭിനയത്തിന് എനിക്ക് കാശൊന്നും വേണ്ട എന്ന് നമ്മുടെ നയന. അപ്പോൾ ആദർശൊന്നും മിണ്ടിയില്ല കേട്ടോ. ആദർശിൻ്റെ വായ അടപ്പിച്ച് കളഞ്ഞു നമ്മുടെ നയന. ഇപ്പോൾ നയന അനന്തപുരിയിൽ നയനയുടെ പവർ എടുക്കാൻ തുടങ്ങി, പ്രത്യേകിച്ച് ആദർശിൻ്റെ മുന്നിൽ. അങ്ങനെ ആദർശ് നയനയെ തന്നെ നോക്കുന്നു. അപ്പോൾ നയന തിരിഞ്ഞ് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ കിടക്കുക. നേരം വെളുത്തു, രാവിലെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നയന ഭയങ്കര വൊമിറ്റിങ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് നമ്മുടെ ദേവയാനി വരുന്നു. അപ്പോൾ കല്യാണം കഴിഞ്ഞ ശേഷം നമുക്ക് കാണാൻ പറ്റിയത് തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് കനകം പറയാം, ആദർശമോൻ്റെ അമ്മയെ ഒരമ്മമ്മയാകാൻ പോവാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ അത് കേട്ടുകൊണ്ട് ആദർശ് അങ്ങോട്ടേക്ക് വരുന്നു. ദേവയാനിയുടെ നെഞ്ചത്ത് പിച്ചാ തൂത്തി ഇറക്കിയ ഒരു ഭാവത്തിൽ ഇങ്ങനെ നിൽക്കുക. ആ സമയത്ത് നമ്മുടെ നയന ചെറിയൊരു പുഞ്ചിരിയോടെ ഇങ്ങനെ നിൽക്കുന്നു. പിണക്കം നടിച്ച് നടന്നിട്ട് രണ്ടുപേരും തമ്മിൽ സ്നേഹമാണെന്ന് തെളിയിച്ചു കേട്ടോ ആദർശ് മോനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ
കനകം അവിടെ വെച്ച് പറയാം. ദേവയാനി എന്നേരം ഇങ്ങനെ ഒരു നോട്ടം. ഈ സമയത്ത് ദേവയാനിയെ പേടിച്ച് നമ്മുടെ ആദർശ് ഇങ്ങനെ നിൽക്കുക. ഇവൾക്കേ നിങ്ങൾ ഫുഡ് കംപ്ലൈൻറ്റ് ആയിരിക്കുമെന്ന് ദേവയാനി പറഞ്ഞു. ഓ പിന്നെ ലക്ഷണം കണ്ടിട്ട് അങ്ങനെയൊന്നും തോന്നണില്ല എന്ന് കനകം. ആദർശ് മോനൊരു അച്ഛനാകാൻ പോവാന്നും പറഞ്ഞുകൊണ്ട് ഇത് കേട്ടപ്പോൾ ആദർശ് ഞെട്ടി. കാരണം ആദർശിന് അറിയാലോ ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന്. ആദർശ് ഇങ്ങനെ നയനയെ തന്നെ നോക്കുവാണ്. എന്നിട്ടിങ്ങനെ ഒച്ചത്തിൽ കിടന്ന് ചിരിക്കുവാണ് നമ്മുടെ കനകം. അപ്പോൾ പാവം കനകം സ്വപ്നം കണ്ടതാ. അപ്പോൾ നയന ഗർഭിണിയാണ് എന്നുള്ളത്. ഈ സമയത്ത് ജലജ ഈ ശബ്ദം കേട്ടുകൊണ്ട് എഴുന്നേറ്റ് നോക്കുമ്പോൾ ഉറക്കത്തിൽ കിടന്ന് ഭയങ്കര ചിരിയാ. അപ്പോൾ എന്താടി നീ കാണിച്ചു കൂട്ടുന്നത്? അപ്പോൾ നമ്മുടെ നയനമോള് ഗർഭിണിയാണെന്നുള്ള കാര്യം പറഞ്ഞപ്പം നിന്റെ സ്വപ്നം വെറും സ്വപ്നം മാത്രമാടി, ജീവിതത്തിൽ അത് നടക്കില്ലടി എന്ന് പറഞ്ഞുകൊണ്ട് ജലജ കനകത്തിനോട് പറയാം. പോടി അവിടുന്ന്, ഞങ്ങളൊക്കെ പാവങ്ങളാ, അതുകൊണ്ട് ഞങ്ങളുടെ ആഗ്രഹങ്ങൾ സ്വപ്നത്തിലെങ്കിലും ഒന്ന് കണ്ടോട്ടെ എന്നും പറഞ്ഞിങ്ങനെ കനകം. അല്ല നീ എന്തിനാ ഇവിടെ ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ കടിച്ചു തൂങ്ങി കിടക്കുന്നെന്ന് ജലജ ചോദിച്ചപ്പം വെറുതെ എൻ്റെ മൂത്ത മോളുടെ അമ്മായിയമ്മയുടെ മുഖം കാണാനാണെന്ന് കനകം പറഞ്ഞു. അപ്പം നീ എന്താ എന്നെ കളിയാക്കുകയാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ കാര്യമായിട്ട് പറഞ്ഞു, ഞാൻ കളിയാക്കുവോ എന്നൊക്കെ ചോദിച്ച് കനകം ജലജ എടുത്തിട്ട് ഇങ്ങനെ കളിയാക്കി ഒരു വശത്താക്കുക കേട്ടോ. രാത്രി മനുഷ്യനെ കിടന്ന് ഉറങ്ങാനും സമ്മതിക്കില്ല. എന്നിട്ട് അവൾ ഓരോരോ നടക്കാത്ത സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോഴേക്കും അതെ ഞാൻ കണ്ട സ്വപ്നത്തെക്കുറിച്ച് പറയട്ടെ. അതായത് ഈ വീട്ടിലൊരു വിഷപ്പാമ്പുണ്ട്, പാല് കൊടുക്കുന്ന കൈക്ക് കൊത്തുന്ന ഒരു പാമ്പ്, അതിനെ ഈ വീട്ടിൽ നിന്നും തല്ലി ഓടിക്കുന്നതാ ഞാൻ സ്വപ്നം കണ്ടത് എന്നൊക്കെ പറഞ്ഞപ്പം മിക്കവാറും അത് സംഭവിക്കും, നിന്നെ എല്ലാവരും കൂടെ ചേർന്ന് ഇവിടുന്ന് തല്ലി ഓടിക്കുമെന്ന് പറഞ്ഞപ്പം ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ജലജേ, എൻ്റെയും എൻ്റെ മക്കളുടെയും കാര്യങ്ങൾ നോക്കണമെന്നാ മൂർത്തി സാറും അമ്മയും നിങ്ങളോട് പറഞ്ഞത് മനസ്സിലായോ? അതനുസരിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും നിനക്ക് നല്ലതെന്നും കനകം പറഞ്ഞു. ഇല്ലെങ്കിലേ നിനക്കിട്ടുള്ള പണി ഞാൻ മേടിച്ചു തരുമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കനകം പറയാം. അതെല്ലാം കഴിഞ്ഞു. നമ്മുടെ അനി ഇങ്ങനെ അവിടെ ഇരിക്കുന്നു. അപ്പോൾ നന്ദുവിനെ ഒന്ന് വിളിക്കാതിരുന്ന് എനിക്ക് ഉറക്കം വരില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ എടുത്ത് അനി നന്ദുവിനെ വിളിക്കുന്നു. നന്ദു ആണെങ്കിൽ ഫോൺ എടുത്തു. എന്താ അനിയെന്ന് ചോദിച്ചു. അതെ ഞാൻ ആ ശബ്ദം ഒന്ന് കേൾക്കാൻ വിളിച്ചതാണെന്ന് പറഞ്ഞപ്പം എന്തിനാ എൻ്റെ ശബ്ദം കേൾക്കുന്നത്? എനിക്ക് വിളിക്കാൻ ഒരാളില്ലേ ഇപ്പോൾ, പിന്നെ എന്തിനാന്ന് ചോദിച്ചു. അതെ എനിക്ക് കുറച്ച് നേരം സംസാരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പം നന്ദു ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ എന്താ ഞാൻ പറയേണ്ടത്? വേണ്ട അനി, എനിക്ക് സംസാരിക്കാനില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ അനി സംസാരിക്കാൻ തുടങ്ങിയപ്പോഴേക്കും നന്ദു ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അനിയെ ഒരു രീതിയിലും നന്ദു അടുപ്പിക്കുന്നില്ല. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് കാണിക്കുന്നത് കിടക്കുന്ന ആദർശ് ഇങ്ങനെ നയനെക്കുറിച്ച് ചിന്തിക്കുക കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും ഇവള് സാധാരണക്കാരി അല്ല, പക്ഷേ തലക്കനും അഹങ്കാരവും ഭീകരമാ. എങ്കിലും ഈ വീട്ടിലെ എല്ലാ പണിയും ചെയ്യുന്നത് ഇവളല്ലേ. ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെയുള്ള പെൺകുട്ടികൾ ഉണ്ടാകുമോ എന്നൊക്കെ നയനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുക കേട്ടോ നമ്മുടെ ആദർശം. എന്നിട്ട് നയനെ തന്നെ നോക്കി ഇങ്ങനെ കിടക്കുന്നു. അങ്ങനെ അതൊന്നും അറിയാതെ പാവം നമ്മുടെ നയൻ നല്ലപോലെ ഉറങ്ങുക. പെട്ടെന്ന് ആദർശ് ഇങ്ങനെ നയനെ തൊടാൻ നോക്കുക. ആദർശ് കൺട്രോൾ യുവർ സെൽഫ് എന്നും പറഞ്ഞുകൊണ്ട് നയനെ തൊടാൻ ചെന്ന് ആദർശ് സ്വയം നിയന്ത്രിക്കുന്നു. എന്തായാലും ആദർശിന് ഇഷ്ടമാണ് നയനെ. ഒരിക്കലും പാടില്ല എന്ന് ആദർശ് എന്നിട്ട് ചിന്തിക്കണം. അങ്ങനെ നോക്കുന്ന ആദർശ് പിന്നെ നമ്മുടെ ആദർശിൻ്റെ പ്രതിരൂപത്തെ കാണുന്നു. പ്രതിരൂപം വന്നിങ്ങനെ മുന്നിൽ നിൽക്കുക. ആദർശ് ഇങ്ങനെ ഞെട്ടലോടെ പ്രതിരൂപത്തെ നോക്കുന്നു. അപ്പം എന്താടാ നീ ഇങ്ങനെ, നിന്റെ ഭാര്യയല്ലേ ആ കിടക്കുന്നത്, എന്നിട്ട് നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് എന്നിങ്ങനെ പ്രതിരൂപം ആദർശിനോട് ചോദിക്കുന്നു. നിന്റെ സ്വഭാവമേ വളരെ മോശമാകട്ടോ. ചില സമയത്ത് നിനക്ക് ഭാര്യയോട് സ്നേഹം, മറ്റു ചില സമയത്ത് വെറുപ്പ്. അത് അമ്മയ്ക്ക് വേണ്ടിയാണ് എന്നൊക്കെയാണ് നീ പറയുന്നത്. പക്ഷേ നീ ഒരു കാര്യം മനസ്സിലാക്കണം. എടാ, നിങ്ങൾ തമ്മിൽ പരിചയപ്പെട്ട നാൾ മുതൽ ഞാനെന്ന ഭാവം നിന്റെ ഉള്ളിലുണ്ട്. അപ്പോൾ നീയും ഇവളും തമ്മിലുള്ള ആദ്യ കൂടിക്കാഴ്ച നീ ഒന്ന് ഓർത്ത് നോക്കിക്കേ എന്ന് പ്രതിരൂപം പറഞ്ഞപ്പോൾ നമ്മുടെ ആദർശ് അതിനെപ്പറ്റി ആലോചിക്കുന്നു. പിന്നെ നിന്റെ മനസ്സൊന്ന് കീറി മുറിച്ച് പരിശോധിച്ചാൽ ഈ കിടക്കുന്നവളോടെ നിനക്ക് ഭയങ്കര സ്നേഹമാണ് എന്ന് പറഞ്ഞു പ്രതിരൂപം നമ്മുടെ ആദർശിനോട് പറയുന്നു. നയൻ ഇതൊന്നും അറിയാതെ നല്ല ഉറക്കത്തിലാട്ടോ. നല്ല ഉറക്കം എന്ന് പറയാൻ നല്ല ഉറക്കം, അതുകൊണ്ടാണ് നിനക്ക് ഉറക്കം വരാത്തതെന്നും പറയണു. പിന്നെ താഴെ കിടന്ന അവൾക്ക് നീ ബെഡിലേക്ക് പ്രമോഷൻ കൊടുത്തില്ലേ എന്ന് ചോദിച്ചു. പിന്നെ എന്താടാ അവളെ നെഞ്ചോട് ചേർത്ത് കിടത്തിയാൽ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. ഇതൊക്കെ കേട്ടിട്ട് ആദർശ ഇതെപ്പോടാ ഞാൻ അത്രയ്ക്ക് ചീപ്പൊന്നും അല്ലെന്ന് പറഞ്ഞപ്പോൾ ചീപ്പോ? എടാ, ഈ കിടക്കുന്നതേ ഒരന്യ പെൺകുട്ടിയൊന്നും അല്ല, നിന്റെ ഭാര്യയാണ്. അപ്പോൾ അത് നീ ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കി എടുത്തൂടെ, അതിനു വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തുകൂടെ എന്ന് ചോദിച്ചു. ജീവിതത്തിൽ എല്ലായിടത്തും നീ നിന്റെ മുത്തശ്ശനെ ഫോളോ ചെയ്യുന്ന ആളാ, പക്ഷെ ഒരിടത്ത് മാത്രം നീ നിന്റെ മുത്തശ്ശനെ കണ്ടതായിട്ട് പോലും നടിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഇന്ന് നിന്റെ മുത്തശ്ശൻ കൈവെള്ളയിലാണ് കൊണ്ട് നടക്കുന്നത്. ആ ഒരു കാര്യത്തിൽ മാത്രം നീ മുത്തശ്ശനെ എന്തുകൊണ്ട് അനുകരിക്കുന്നില്ല? നിന്റെ മനസ്സിൽ ആഗ്രഹങ്ങൾ ഉണ്ടായിട്ടും നീ അതൊന്നും മൈൻഡ് ആക്കാതെ നടക്കുക ആദർശേ. നീ നിന്റെ അമ്മയെക്കുറിച്ചായിരിക്കും ആലോചിക്കുന്നതല്ലേ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ
ആദർശ് ഇങ്ങനെ നോക്കുന്നു. എടാ ബെഡ്റൂമിൽ നീ ഭാര്യയോട് സ്നേഹം കാണിച്ചിട്ട് പുറത്തിറങ്ങുമ്പോൾ നീ ദേഷ്യം കാണിച്ചോ? വെറുതെ അമ്മയെ കാണിക്കാൻ വേണ്ടി മാത്രം. അങ്ങനെയൊക്കെ എത്രയോ വീടുകളിൽ നടക്കുന്നുണ്ടടാ എന്നും പ്രതിരൂപം. നീ പിന്നെ വലിയ തലച്ചോറുള്ള ആളല്ലേ, എന്താ അങ്ങനെയൊന്നും ചിന്തിക്കാത്തത് എന്നൊക്കെ ചോദിച്ചപ്പോഴും വലിയ ഗമയിട്ടിരിക്കുക ആദർശ്. ഒരു ഡിസൈൻ വരയ്ക്കണമെങ്കിൽ കൂടി ഇവളുടെ സഹായം നിനക്ക് വേണ്ടേ? അതുവഴി കോടികൾ കൊയ്യുന്നുണ്ടല്ലോ. അത് പിന്നെ ഞാൻ നമുക്ക് നെക്ലേസ് വാങ്ങിച്ചു കൊടുത്തില്ലേ, അത് വാങ്ങിക്കൊടുത്തപ്പോൾ ഇവൾ എന്താ നിന്നോട് പറഞ്ഞത് എന്ന് ചോദിച്ചു. എടാ, ഇവൾക്ക് അതൊന്നും അല്ല വേണ്ടത്, അതിനേക്കാളും മൂല്യമുള്ള നിന്റെ സ്നേഹമാണ് അവൾ ആഗ്രഹിക്കുന്നത്. അതാണ് നീ അവൾക്ക് കൊടുക്കേണ്ടത്. ഈ ലോകത്തുള്ള ഏതൊരു ഭാര്യയും സ്നേഹത്തോടെ ഭർത്താവ് സമ്മാനം വാങ്ങിക്കൊടുത്താലേ തൃപ്തിയാകൂ, അത് നീ മനസ്സിലാക്കണമെന്നൊക്കെ പ്രതിരൂപം പറഞ്ഞു കൊടുത്തു. ഇതൊക്കെ ആദർശം കേട്ടിരിക്കല്ലേ. എടാ, ഇവളുടെ മുന്നിൽ നീ തോറ്റു കൊടുക്കുക, ആ തോൽവിയെ നിങ്ങളുടെ ജീവിതത്തിന്റെ വിജയമായിരിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ ആദർശ് മൈൻഡാക്കുന്നില്ല. പിന്നെ നിന്നെ പോലെ മുരടനായ ഭർത്താവിന് കിട്ടിയ ഭാഗ്യമാടാ ഇവള് എന്ന് പറഞ്ഞപ്പോൾ മുരടൻ നിന്റെ പൊടം എന്നും പറഞ്ഞുകൊണ്ട് ഒരു തലേണ്ണ എടുത്ത് ഒരു ഒറ്റയേറ്, അതും നമ്മുടെ നയനക്കിട്ടാണ് കൊടുത്തത്. അപ്പോൾ തലേണ മാത്രമല്ല, തലേണയ്ക്കടിയിൽ വെച്ച മുല്ലപ്പൂ എല്ലാം എടുത്ത് നയനക്കിട്ട് എറിഞ്ഞു. അപ്പോൾ അയ്യോ ആദർശേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നയന ചാടി അങ്ങോട്ട് എഴുന്നേറ്റു. അപ്പോഴേക്കും എന്തേ വാ പൊത്തി പിടിക്കുവാണ് ആദർശ് നയനയുടെ. അപ്പോൾ വിടുന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഒരു തരത്തിൽ കൈയൊക്കെ വിടിയിപ്പിച്ചു. ഇത് എന്താ ആദർശം നീ കാണിക്കുന്നതെന്ന് ചോദിച്ചപ്പം എനിക്ക് ആ ഭാവം ഉണ്ടോ എന്ന് ചോദിച്ചു ആദർശം. അല്ല ഞാനെന്ന ഭാവമേ, ഇടയ്ക്ക് ഞാനത് പറഞ്ഞായിരുന്നു, അതും ആലോചിച്ചുകൊണ്ട് കിടക്കുമായിരുന്നു എന്ന് ചോദിച്ചപ്പം ആദർശം ഇങ്ങനെ ചമ്മി ഇങ്ങനെ ഇരിക്കാം. അതേ ഉള്ളൂ, മൂർത്തീസ് ജ്വല്ലറിയുടെ MD ആയതുകൊണ്ട് എന്തോ വലിയ സംഭവമാണെന്നും പറഞ്ഞാൽ എൻ്റെ ഭർത്താവ് നടക്കണത് എന്ന് നയനയും ഉള്ള കാര്യം ആദർശനോട് പറയാം. അങ്ങനെ നയനയുടെ നേരെ ഇങ്ങനെ ആദർശം ഒരു ചെറിയ ഇഷ്ടത്തോടെ നോക്കുന്നു. നയനയും അതുപോലെ തന്നെ ആദർശനെ നോക്കുന്നു. അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണിൽ നോക്കി അങ്ങനെ ഇരിക്കുക കേട്ടോ, സന്തോഷത്തോടെ. അപ്പോൾ ഭാര്യയുടെ മുന്നിൽ ഈഗോയും കൊണ്ട് നടന്നാലേ ജീവിതം ഒരു പരാജയമായിരിക്കുന്നു. പ്രതിരൂപം പറഞ്ഞ കാര്യം നമ്മുടെ ആദർശം ഓർക്കുക. എന്നിട്ട് നയന ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പം നയന ഇങ്ങനെ നോക്കുന്നേ, എന്താ ഇങ്ങനെ നോക്കുന്നേ എന്ന് ചോദിച്ചപ്പം ഒന്നുമില്ല എന്ന് ആദർശ് നയനയോട് പറഞ്ഞു. അപ്പം ഇച്ചിരി മയപ്പെട്ട് വന്ന് സംസാരത്തിലൊക്കെ. എന്നിട്ട് ആദർശം അതൊക്കെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാം. പിന്നെ നയനയ്ക്ക് കിടക്കാൻ പറ്റില്ലല്ലോ, എനിക്ക് ഉറക്കം വരുന്നുണ്ടെന്ന് പറഞ്ഞു. എടാ, നിങ്ങൾക്കൊരു കുഞ്ഞ് വേണമെന്ന് നിന്റെ മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞല്ലേ എന്നൊക്കെ പ്രതിരൂപം ഇങ്ങനെ നമ്മുടെ ആദർശിനോട് പറഞ്ഞു. നയനോട് എഴുന്നേറ്റിരിക്കുക. അന്നേരം പ്രതിരൂപം ഒന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ സമയപരിധിയൊക്കെ നിശ്ചയിച്ചിരുന്നല്ലോ. അതൊക്കെ കടന്നു പോവാറായി. പറഞ്ഞേക്കാം ഞാൻ, ഈ രീതിയിലാണ് നിന്റെ പോക്കെങ്കിലേ എന്തിനാടാ അമ്പലത്തിൽ നീ തൊട്ടിൽ കെട്ടിയത്? അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. അപ്പം നയന ഇങ്ങനെ നോക്കുക. ഇടയ്ക്കിടയ്ക്ക് അമ്പലത്തിൽ പോകുമ്പോൾ ആട്ടിക്കളിക്കാൻ വേണ്ടിയിട്ടാണോ എന്നൊക്കെ പ്രതിരൂപം ചോദിക്കുക കേട്ടോ. എടാ, മനുഷ്യനായാലേ കുറച്ചൊക്കെ അന്തസ് വേണോടാ, അന്തസ്. അതെ, എനിക്ക് ഇത്തിരി കുറവാ, ഇയാൾ ചെല്ല എന്നും പറഞ്ഞുകൊണ്ട് ആദർശ് ഇങ്ങനെ പ്രതിരൂപത്തിനോട് പറഞ്ഞു. നയനയ്ക്ക് പ്രതിരൂപത്തെ കാണത്തില്ലല്ലോ. എന്നെക്കുറിച്ച് ആരും ഇതുവരെ മോശമായിട്ട് സംസാരിച്ചിട്ടില്ല, ഇതൊക്കെ പ്രതിരൂപത്തിനോട് പറയാം. അപ്പോൾ ഈ ആദർശ് തന്നെ നിന്ന് സംസാരിക്കുന്നത് നയന കേട്ടോണ്ട് നിൽക്കുക. നയനയ്ക്ക് അന്തോ ഇല്ല കുന്തോ ഇല്ല ഒന്നുമില്ല. അങ്ങനെ മറ്റുള്ളവരുടെ സംസാരം കേൾക്കാൻ വേണ്ടിയിട്ട് നീ നന്നായിട്ട് ഒരു കാര്യമില്ല, സ്വയം നന്നാവണമെന്ന് പ്രതിരൂപം പറയണു. എടാ, ഭാര്യയുടെ മനസ്സറിയാത്തവൻ ഒരാണാണോടാ എന്ന് ചോദിച്ചപ്പം ഒരുപാട് എൻ്റെ ക്ഷമയെ പരീക്ഷിച്ചാലുണ്ടല്ലോ ഞാൻ എന്ത് ചെയ്യുന്നു പറയാൻ പറ്റില്ല എന്നൊക്കെ പറയണു. അപ്പോൾ ഈശ്വര എന്തോ കുഴപ്പമുണ്ടല്ലോ എന്ന് നയന അന്നേരം അവിടെ ഇരുന്ന് ഇങ്ങനെ ചിന്തിക്കുക. ശരി എന്നാൽ പിന്നെ ഞാനൊന്നും പറയുന്നില്ല, നീ നിൻ്റെ ഇഷ്ടം പോലെ അങ്ങ് ചെയ്യ എന്ന് പ്രതിരൂപം ആദർശനോട് പറയണു. ആദർശം മൈൻഡാക്കാതെ ഇങ്ങനെ നിൽക്കുന്നു. അപ്പം നയന ഇങ്ങനെ ഇരുന്ന് ചാഞ്ഞും ചെരിഞ്ഞൊക്കെ നോക്കുന്നുണ്ട് ഈ ആദർശേട്ടൻ ഇതെന്താ പറ്റിയതെന്ന്. അത് കഴിഞ്ഞപ്പോൾ ആദർശത്തെ കട്ടിലിൻ്റെ അങ്ങോട്ടേക്ക് വന്നു. കട്ടിലേൽ ഇരിക്കുമ്പോൾ അതെ ഇപ്പോൾ ആരോടാ സംസാരിച്ചേ എന്ന് ചോദിച്ചു നമ്മുടെ നയന. സംസാരിച്ചെന്നോ? ആര് സംസാരിച്ചു? എപ്പോൾ സംസാരിച്ചു? അല്ല, ഉറക്കത്തിലായിരുന്നെങ്കിൽ സ്വപ്നം കണ്ടു എന്നൊക്കെ പറയാം, ഇത് എഴുന്നേറ്റ് നിന്ന് സംസാരിക്കായിരുന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ അതെ ഞാൻ ആരോടും സംസാരിച്ചിട്ടില്ല എന്ന് നയനയോട് പറയാം. അപ്പോൾ എനിക്ക് തോന്നിയതാണോ എന്ന് നയന ചോദിച്ചപ്പം ആയിരിക്കും, നിനക്കേ കുറച്ച് തോന്നലുകളൊക്കെ കൂടുതലാണെന്നും പറഞ്ഞുകൊണ്ട് ആദർശ് നയനയോട് ദേഷ്യപ്പെടുത്തും. അതുകൊണ്ട് പലപ്പോഴും വേണ്ടാത്തതൊക്കെ തോന്നും എന്നൊക്കെ പറഞ്ഞ് ആദർശ് പറയുമ്പോൾ അല്ല ഇന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ആണോ എന്ന് ചോദിച്ചു. ഫസ്റ്റ് നൈറ്റോ? അല്ല, ബെഡിലിങ്ങനെ മുല്ലപ്പൂ ഒക്കെ വേദറിയിട്ടേക്കുന്നത് കൊണ്ട് ചോദിച്ചതാന്ന് നയന പറഞ്ഞപ്പം അത് പിന്നെ മുറിക്കകത്ത് നല്ലൊരു സ്മെല്ലിന് വേണ്ടിയിട്ടാ എന്നും പറഞ്ഞുകൊണ്ട് ആദർശം. എന്നിട്ട് നേരത്തെ ഞാൻ ചോദിച്ചപ്പം മുല്ലപ്പൂ അല്ല പാലപ്പൂ ആണെന്നും മുറിക്കകത്ത് യക്ഷി കയറിയെന്നൊക്കെയാണല്ലോ പറഞ്ഞതെന്ന് നയന ഇങ്ങനെ ചോദിക്കുമ്പോൾ ആദർശം നോക്കുക. എനിക്ക് തരാൻ കൊണ്ടുവന്നതാണെങ്കിൽ തന്നൂടായിരുന്നു, വെറുതെ ഇതിനെ ഇങ്ങനെ വെതറിയത് എന്തിനാണെന്ന് ചോദിച്ചപ്പം എനിക്ക് ഒരബദ്ധം പറ്റിപ്പോയതാ, സോറി എന്ന് ആദർശം നയനയോട്. അതിനെന്തിനാ ഇപ്പം എന്നോട് സോറി പറയുന്നേ? പിന്നെ മുല്ലപ്പൂ ഇഷ്ടപ്പെടാത്ത പെൺകുട്ടികളുണ്ടോ? എന്നും മുല്ലപ്പൂ ഇങ്ങ് പോര്, ഭാര്യയ്ക്ക് സുഗന്ധം പോരെങ്കിൽ മുല്ലപ്പൂവിൻ്റെ സുഗന്ധമെങ്കിലും കിട്ടട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നയന പറഞ്ഞിട്ട് അങ്ങ് കിടന്നു. ആദർശ് അന്നേരം ഒരു ചിരിയൊക്കെ ചിരിച്ച് നയനയെ നോക്കിക്കൊണ്ട് അവിടെ ഇരിക്കാം. എന്തായാലും ആദർശ് ഭയങ്കര ഹാപ്പി ആട്ടോ. അങ്ങനെ ആദർശ് പലതും ആലോചിച്ചുകൊണ്ട് അവിടെ അങ്ങനെ കിടക്കുന്നു. അപ്പോൾ ഈ
ആദർശേട്ടൻ്റെ സ്നേഹം നേരിട്ട് അനുഭവിക്കുന്നത് വരെ ഞാനുണ്ടാകുമോ ഈ മുറിക്കകത്ത് എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ നയന മനസ്സുകൊണ്ട് ചിന്തിക്കുക കേട്ടോ. എന്നിട്ട് ആദർശനെ നോക്കി ഇങ്ങനെ കിടക്കുക. അപ്പോൾ അങ്ങനെ അവർ രണ്ടുപേരും കൂടി ആ ഒരു സിറ്റുവേഷൻ കൈകാര്യം ചെയ്യുന്നിടത്ത് നിന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും